Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah Rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi ajma'in. Allahumma salli wa sallim ala rasulik sayyidina മുഹമ്മദ്. പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ മുഹിബ്ബീങ്ങളെ, നമ്മുടെ 10 കിതാബ് അല്പം ഭാഗം നമ്മൾ വായിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഫർഉൻ, ഇതൊരു ഒരു ഒരു ഫസ്ലിൽ നിന്ന് വലിയ ഒരു പാഠം ആണ് നമ്മൾ ബാബ് എന്ന് പറയാം. അതിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഭാഗമാണ്, അതിലെ ഓരോ വിഷയങ്ങളായിട്ട് വരുന്നതാണ് ഫസ്ല്. ആ ഫസ്ലിൻ്റെയും ഇന്നും ചെറിയൊരു ഭാഗമായിട്ട് ഒരു പാർട്ടായിട്ട് വരുമ്പം അതിനാണ് ഫർഉ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് എന്താ പറഞ്ഞത് അറിയോ? യുസ്തഹബ്ബു, സുന്നത്താണ്, അയ്യകൂല പറയൽ, അഖിബസ്സലാം, സലാം വീട്ടിയ ഉടനെ പറയണം. എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഖതീഅ വഅതൂബു ഇലൈഹി വഅസ്അലുഹു തൗബ. അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം വഇലൈക റജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ദാറസ്സലാം തബാറക്ത റബ്ബനാ വതആലൈത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതൊരു ദിക്ർ. അപ്പോൾ നിസ്കാരത്തിന് സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ട ദിക്റാണ് ഈ പറഞ്ഞത്. നമ്മളതിൻ്റെ അർത്ഥം ഒന്ന് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, മഹത്തമുള്ള അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനില്ല, അങ്ങനത്തെ റബ്ബ്. അൽ ഹയ്യു, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്. അൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനുമാണ്. എന്തിൽ നിന്നാണ് പൊറുക്കലിനെ തേടുന്നത്? മിൻ കുല്ലി ദംബിൻ വഖതീഅ, എല്ലാ ചെറുതും വലുതുമായ ദോഷത്തിൽ നിന്ന്. ദംബ് എന്ന വലിയ ദോഷം, ഖതീഅത്ത് ചെറുദോഷം. വാതൂബയിലെ, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. വസ്അലുഹു തൗബ, അള്ളാഹുവിനോട് ഞാൻ തൗബാനെ ചോദിക്കുന്നു, എനിക്ക് തൗബ നൽകണേ അല്ലാഹ്, എൻ്റെ തൗബ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻതസ്സലാം, നീയാണ് രക്ഷ, മിൻകസ്സലാം, നിന്നിൽ നിന്നാണ് രക്ഷ, ഇലൈക റജിഉസ്സലാം, രക്ഷ നിന്നിലേക്കാണ് മടങ്ങുന്നത്. അതുകൊണ്ട് ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, റബ്ബേ, രക്ഷയോടുകൂടി, സലാമോടുകൂടി, സമാധാനത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാഹ്. വഅദ്ഖിൽനാ ദാറസ്സലാം, സമാധാനത്തിന്റെ വീടാകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളെ കടത്തണേ അല്ലാഹ്. തബാറക്ത, നീ ബറക്കത്തുടയവനാണല്ലോ റബ്ബേ, നീ റബ്ബന, ഞങ്ങളെ റബ്ബേ, വതആലൈത, നീ ഉന്നതനാണ്, യാ ദൽ ജലാലി വൽ ഇക്റാം, വളർമയും ബഹുമാനവും ഉടയ റബ്ബേ. ഇതൊരു ദിക്ർ. അതിനുശേഷം മറ്റൊരു ദിക്ർ, ഇനി അടുത്ത ദിക്ർ ഇനിയും ചൊല്ലണം. ഇനിയും പറയേണ്ട സുന്നത്തുള്ള തന്നെ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റും ചൊല്ല. ഇത് വലിയ പുണ്യമുള്ള ദിക്റാണ്. ഇതിന്റെ അർത്ഥം നമുക്കറിയാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു, അവൻ ഒരുവനാണ്, ലാ ശരീക ലഹു, അവനിക്ക് കൂട്ടുകാരനില്ല, ലഹുൽ മുൽക്കു, അവനാണ് അധികാരം, വലഹുൽ ഹംദു, അവനാണ് സ്തുതി, യുഹ്യീ വയുമീത്, അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ വസ്തുക്കൾക്കും കഴിവുള്ളവനാണ്. ഇനി വേറൊരു ദിക്ർ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അർത്ഥം എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅ്തൈത, നീ തന്നതിനെ തടയുന്നവൻ ഇല്ല, വലാ മുഅ്തിയ ലിമാ മനഅ്ത, നീ തടഞ്ഞതിനെ തരുന്നവനും ഇല്ല, വലാ റാദ്ദ ലിമാ ഖളൈത, നീ വിധിച്ചത് തടയുന്നവനില്ല, വലാ മുബദ്ദില ലിമാ ഹകംത, നീ വിധിച്ചതിനെ മാറ്റുന്നവനും ഇല്ല, വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്, സമ്പത്തുടയവന് നിന്റെ അടുക്കൽ അവന്റെ സമ്പത്ത് ഉപകരിക്കുകയില്ല. ഇത് പറയാം. അപ്പൊ ഇങ്ങനെ 2-3 ദിക്ർ ചെല്ലുക. നിസ്കാരം സലാം വീട്ടിയ ഉടനെ ചെല്ലണം. എല്ലാവരും പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പറയാ സുമ്മയഖൂലു, പിന്നെ പറയേണ്ടത് സുബ്ഹാനല്ലാഹ് എന്ന് പറയാ. അള്ളാഹുവിന്റെ പരിശുദ്ധതയായിട്ടുന്ന സുബ്ഹാനൽ തസ്ബീഹ് സലാസം വസലാസീന 33 വട്ടം. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് വൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കുന്ന വാക്ക്, അതും സലാസം വസലാസീന 33 വട്ടം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ, തക്ബീർ അല്ല, സലാസം വസലാസീന 33 വട്ടം. വയുക്കമ്മിലുൽ മിഅ, 100 പൂർത്തിയാക്കുക. എന്ത് പറഞ്ഞിട്ട്? ഇപ്പം ഇവിടെ 33 ഇങ്ങനെ പറഞ്ഞ 99 ആയല്ലോ. 100 ആക്കണം. ബി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ചൊല്ലിയിട്ട് അപ്പം ആദ്യം ലാ ഇലാഹ ഇല്ല അവിടെ ചൊല്ലിയിരുന്നു, അത്
അവിടെ ചെല്ലുമ്പോൾ യുഹീ വയുമീത്തുണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ യുഹീ വയുമീത്തു ഇല്ലാതെയാണ് റിപ്പോർട്ട് വന്ന് ചെല്ലിപ്പോയിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലത് ഇങ്ങനെയാണ്, എന്ത് യുഹീ വയുമീത്തു ഒഴിവാക്കിയിട്ടുള്ള ഭാഗം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നല്ല ഇനി ഇങ്ങനെ ഒരു ഇതിൽ തെർത്തീബ് എന്നുള്ളതൊന്നും ഇല്ല. ഇതിങ്ങനെ പറയാണ്. നമുക്ക് ദിക്ർ ചൊല്ലിയിട്ട് സാധാരണ നമ്മളാ ദിക്ർ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതിയിട്ടാണ് സുബ്ഹാനല്ലാഹ് ചെല്ലല്. നമ്മൾ സാധാരണ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ ഇങ്ങനെ റൂട്ട് ഇങ്ങനെ രൂപം പറയാന്നുള്ളൂ. സുബ്ഹാനല്ലാഹിന് മുമ്പ് ആയത്തുൽ കുർസി ഓതാ. പക്ഷെ ഇവിടെ ഇനി പറഞ്ഞത് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് പറയാണ് വയഖറഉൽ മുഅവ്വിദത്തൈനി വആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയും അതുപോലെ കുല്ലാദു റബ്ബിൽ ഫലക്കും കുല്ലാദു റബ്ബിൻ നാസ് ഒക്കെ ഓതണം. അത് നല്ലതാണ്. ആയത്തുൽ കുർസി ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഫലക്കുൻ നാസും അതും ഓരോ നിസ്കാരത്തിനു ശേഷം ഓതൽ സുന്നത്തുണ്ട് പ്രത്യേകം, എല്ലാ നിസ്കാരത്തിന് ശേഷം. പിന്നെ വയസീദു കൂടുതലാക്കണം ബഅദ സ്വലാത്ത് സുബ്ഹി വൽ മഗ്രിബി. സുബ്ഹി മഗ്രിബ് നിസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടണം, എക്സ്ട്രാ ചെല്ലണം. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. യുഹ്യി വയുമീതു കൂട്ടിയിട്ടുള്ള ആ ഭാഗം നമ്മൾ ആദ്യം ചൊല്ലിയല്ലോ, ഒരു വട്ടം ചൊല്ലി നേരത്തെ പറഞ്ഞത്. അത് സുബൈൻ്റെ ശേഷം ആകുമ്പോൾ 10 വട്ടം ചെല്ലുക. അവിടെ ആ ചെല്ലുന്ന സ്ഥലം 10 വട്ടം ചെല്ലുക. പിന്നെ അത് അങ്ങനെ ചെല്ലുമ്പം ആ ഭാഗത്തും ചെല്ലാൻ ഇനി സലാം വീട്ടിയ ഉടനെയും ചെല്ലാറുണ്ട്. സലാം വീട്ടിയ ഉടനെ തന്നെ കാലും കാടൊക്കെ നീട്ടുന്നതിന് മുമ്പായിട്ട് ചെല്ലിയാൽ വലിയ മഹത്വമുണ്ട്. 10 വട്ടം ചെല്ലിയാൽ അവനിക്ക് അന്നത്തെ ദിവസം സംരക്ഷണം, വളരെ വലിയ സംരക്ഷണം കിട്ടും. അപ്പോൾ സലാം വീട്ടിയ സുബൈ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്ർ 10 വട്ടം അതേ ഇരിപ്പിൽ ഇരുന്നിട്ട് ചെല്ലുക. പിന്നെ ഒരു ദിക്ർ കൂടി ഉണ്ട്, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അത് 7 വട്ടവും ചെല്ലുക. ഇത് ചെല്ലിയിട്ട് മറ്റേ ദിക്ർ ചെല്ലിയാൽ അത് നല്ലത്. എന്നാൽ പിന്നെ നമ്മൾ കാലും കൈയൊക്കെ പിന്നെ ഒന്നും വേണം ഇതാക്കുക. ആദ്യം ഇത് അങ്ങനെ കാലും കൈയൊന്ന് ഇളക്കണതിന് മുമ്പ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ നേട്ടമാണ്. 7 വട്ടം നരകത്തിൽ കാവലിനെ തേടിയ നരകം പറയുന്നതാണ്, പടച്ചവനെ എന്നിൽ നിന്ന് കാവലിനെ തേടി അവനെ എന്നിൽ നിന്നിട്ട് ശിക്ഷിക്കരുത് റബ്ബേ എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം ചെയ്യാം. പിന്നെ കൈ ഉയർത്തിക്കൊണ്ടൊരു ദ്വാ, ഇതും കൂടി ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. നമ്മളെ ദ്വായിൽ ഉൾപ്പെടുത്തിയാൽ മതി. നമ്മൾ സാധാരണ ദ്വാരക്കുന്ന ആ ദ്വായിൽ നമ്മളെ ഈ പറയുന്ന ദ്വാകൾ പ്രത്യേകം ഒന്ന് ഉൾപ്പെടുത്തുക. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക തൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. ഇതിനർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ അഇന്നി, എന്നെ നീ സഹായിക്കണേ അല്ലാഹ്, അലാ ദിക്രിക നിന്നെ സ്മരിക്കുന്നതിന്, നിനക്ക് ദിക്ർ ചെല്ലാൻ എനിക്ക് നീ സഹായം നൽകണേ അല്ലാഹ്. എന്നാൽ അതിനുള്ള തൗഫീഖ്, അതിനുള്ള ശക്തിയൊക്കെ നൽകണേ. വശുക്രിക നിനക്ക് നന്ദി ചെയ്യാനും, ഹുസ്നി ഇബാദത്തിക നിനക്ക് നല്ല ഇബാദത്തുകൾ ചെയ്യാൻ, തൗഫീഖി ത്വാഅതിക നിനക്ക് വഴിപ്പെടുക എന്ന തൗഫീഖ് അതിന് എനിക്ക് നീ നൽകി അനുഗ്രഹിക്കണേ, എന്നെ സഹായിക്കണേ. വൈമാനിക്ക എനിക്ക് എന്നിലുള്ള വിശ്വാസത്തിന് യാ അല്ലാഹ്, അല്ലാഹുവേ. എന്നിട്ട് പിന്നെ ഒരു ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഖതായായ കുല്ലഹ. സാധാരണ ദ്വാരക്കാരുണ്ടത്. അല്ലാഹുവേ എനിക്ക് അല്ലാഹുവേ ഗ്ഫിർ ലി ദുനൂബി വഖതായായ കുല്ലഹ, എൻ്റെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. പിന്നെ പറയാണ് അല്ലാഹുമ്മ അൻഇസ്നി വജ്ബുർനി വഹ്ദിനി സ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്. പടച്ചവനെ എനിക്ക് എന്നെ നല്ല നിലക്ക് എനിക്ക് ജീവിതം നൽകി എൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് എന്നെ നേർവഴിയാക്കണം, നല്ല പ്രവർത്തനങ്ങളിലേക്ക് എന്നെ എത്തിക്കണം. വഹ്ദിനി സ്വാലിഹിൽ അഅമാലി വൽ അഖ്ലാഖ്, നല്ല പ്രവർത്തനങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കൊക്കെ എന്നെ നേർവഴിയാക്കണേ അല്ലാഹ്. എന്നിട്ട് ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹ വലാ യസ്രിഫു സയ്യിഅഹ ഇല്ലാ അൻത. പടച്ചവനെ നന്മയിലേക്ക് നേർവഴിയാക്കുന്നവനും ചീത്തകളെ തൊട്ട് തിരിച്ചു കളയുന്നവൻ നീയല്ലാതെ ആരുമില്ലല്ലോ റബ്ബേ എന്ന ഒരു ദുആയും നടത്തി അങ്ങനെയാണ് നിസ്കാരം അവസാനിച്ച് പോരേണ്ടത്. അപ്പോൾ ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് മൊത്തത്തിൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് അടിസ്ഥാനത്തിൽ ചെയ്ത് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അല്പം മതി. ഇതൊക്കെ നമ്മളിങ്ങനെ ജീവിതത്തിലേക്ക് പകർത്തി ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ഇൻഷാ അല്ലാഹ് പൊതുവിൽ മനസ്സിലാക്കി ജീവിതം ചിട്ടപ്പെടുത്തുക. അള്ളാഹു ഇരുലോകത്തും നമ്മെ വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.